ലഹരിക്കെതിരായ സമഗ്രമായ ആക്ഷൻ പ്ലാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിന്റെ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസ് തലപ്പത്ത് സമഗ്രമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ്. പോലീസ് ഉപദേഷ്ടാവ് മുൻ DGP എ ഹേമചന്ദ്രന്റെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ടാണ് പ്ലാൻ തയ്യാറാക്കുന്നത്. DGP രവത ചന്ദ്രശേഖർ പഴയ IB ബന്ധങ്ങൾ ഉപയോഗിച്ച് ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയുള്ള അന്തർ സംസ്ഥാന ഓപ്പറേഷനാണ് തയ്യാറാക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചത് രാസലഹരിയില്ലാത്ത കേരളമാണെന്നും കേരള പോലീസ് ലക്ഷ്യം വെക്കുന്നത് അതിനായുള്ള സമഗ്രമായ ആക്ഷൻ പ്ലാൻ ആണെന്നും DGP രവത ചന്ദ്രശേഖർ 24 പറഞ്ഞു. ഇൻഡിവിജ്വലി പോലീസ് ആക്ഷൻസും അതോടൊപ്പം തന്നെ ബേസിക്കലി ടു ഐഡന്റിഫൈ ദി പെഡ്ലേഴ്സ്, സപ്ലയേഴ്സ് and to go up to the source level. Then secondly, we'll be having the special squads will be prepared for the special drive, and we'll also go for the large scale awareness programs concentrating the schools and the colleges and other communities also. ലഹരിയുടെ ഉറവിടം, വിൽപ്പന ശൃംഖല, ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ ഇതെല്ലാം കണ്ടെത്തും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംവിധാനം പുനർക്രമീകരിക്കും. പഴയ ഡാൻസ് ഓഫ് പുതിയ രീതിയിലേക്ക് പുനഃക്രമീകരണം നടത്തും. സംസ്ഥാനത്തിന് പുറത്തുനിന്നും കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്ന ശൃംഖലയെ കണ്ടെത്തി വേരറുക്കുകയാണ് ലക്ഷ്യം. ജൂൺ മാസത്തിൽ ക്യാമ്പസുകൾ സജീവമാകുമ്പോൾ സ്കൂളും കോളേജും കേന്ദ്രീകരിച്ച് പ്രത്യേകമായി രഹസ്യ അന്വേഷണ സംഘം പ്രവർത്തിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെയും ഈ തൂഫാന്റെ ഭാഗമാക്കും. ചുരുക്കത്തിൽ തൂഫാൻ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ലഹരിക്കെതിരായ വലിയ യുദ്ധമാണ്.